പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പിൽ നിലപാട് ഘടിപ്പിച്ച ഹൈക്കോടതി. ആനകളെ ഉപയോഗിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമല്ലെന്നും ആനകളില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ എന്നും കോടതിയുടെ ചോദ്യം. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തോടെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. പമ്പുകൾക്ക് അനുമതി നൽകുന്നത് ഓയിൽ കമ്പനികളെന്ന് വ്യക്തമാക്കി ലോക്സഭയിൽ പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. ഡൽഹി പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം, പൊട്ടിത്തെറി. PVR സിനിമാ തിയേറ്ററിന് സമീപം. സ്ഥലത്ത് നിന്ന് വെളുത്ത പൊടി കണ്ടെത്തി. പോലീസും NSG സംഘവും പരിശോധന നടത്തുന്നു. ആർക്കും പരിക്കില്ല. മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചുള്ള സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. നിലവിലെ ഭൂമിയുടെ സ്ഥിതി, സ്വഭാവം, വ്യാപ്തി എന്നിവ കണ്ടെത്തണം. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ അന്വേഷണം നടത്തും. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയ സംഭവത്തിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. നടപടി സ്കാനിംഗിൽ വൈകല്യം കണ്ടെത്തിയില്ലെന്ന മാതാപിതാക്കളുടെ പരാതിയിൽ. കേസെടുത്തത് വനിതാ ശിശു ആശുപത്രിയിലെയും സ്വകാര്യ ലാബിലെയും ഡോക്ടേഴ്സിനെതിരെ. കൊല്ലം പാരിപ്പള്ളി മുക്കടയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര യാത്രക്കാരെ ഇടിച്ച ശേഷം വഴിയോര കച്ചവടക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മകളെക്കുറിച്ചുള്ള 24 ക്യാമ്പയിനിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിയത് ഭരണഘടന കയ്യിലേന്തി. വയനാട്ടിലും ഡൽഹിയിൽ പ്രിയങ്കയുടെ വസതിക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷം. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മന്ത്രി സജി ചെറിയാന് സംരക്ഷണം. മന്ത്രിക്ക് അപ്പീൽ നൽകാൻ അന്വേഷണത്തിന് തടയിട്ട് സർക്കാർ. ഇപ്പോൾ അന്വേഷണം വേണ്ടെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സർക്കാർ നിർദ്ദേശം. സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റുന്നതിൽ നടപടി കടുപ്പിച്ചു സർക്കാർ. കൂടുതൽ വകുപ്പുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഈ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കാനുള്ള നടപടികളും ആരംഭിക്കും. വിഴിഞ്ഞം സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഒപ്പിട്ടു. കരാർ പ്രകാരം 2028 തുറമുഖത്തിന്റെ 3 ഘട്ടവും പൂർത്തിയാക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കരാർ ഒപ്പിട്ടത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1059 കോടി രൂപ അനുവദിച്ചു കേന്ദ്രം. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയായാണ് പണം അനുവദിച്ചത്. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തുക. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിലെ പ്രതി ബംഗളൂരുവിലെന്ന് സൂചന. തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക്. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസിലെ തൊണ്ടി മുതൽ വിട്ടു നൽകാൻ ഡിവൈഎസ്പിയുടെ വഴിവിട്ട ഇടപെടൽ. ഓംപ്രകാശിന്റെയും ഷിഹാസിന്റെയും ഫോണുകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎസ്പി അന്വേഷണ സംഘത്തെ സമീപിച്ചു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ബംഗ്ലാദേശിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ സീസണേക്കാൾ 5 ലക്ഷത്തിലധികം ഭക്തർ കൂടുതലായി എത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. 12 ദിവസത്തിനിടെ 9 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻമന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ. ചട്ടഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരം അടക്കമുള്ളവ പ്രതിസന്ധിയിലാകും. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ എത്ര അകലം പാലിക്കണമെന്ന് ചട്ടത്തിൽ പറയുന്നില്ലെന്നും VS സുനിൽകുമാർ. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്നു. കവർച്ച നടത്തിയ 4 സംഘം സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലെന്ന് സംശയം. മുത്തമ്പലം സ്വദേശി ബൈജുവിനെ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം സ്വർണം കവരുകയായിരുന്നു. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ നിലപാടാണ് താൻ വ്യക്തമാക്കിയത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും MV ഗോവിന്ദൻ. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിലേത് മലിനജലമെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇവിടുത്തെ താമസക്കാർക്ക് നേരത്തെ കൂട്ട രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു.
ഭരണഘടനാ അധിക്ഷേപ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സന്ദീപ് വാര്യരുടെ അധ്യക്ഷതയിലാണ് മാർച്ച് നടന്നത്. മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന CPIM നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന CPIM നവീൻ ബാബുവിന്റെ കുടുംബത്തെ വഞ്ചിച്ചെന്നും VD സതീശൻ. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തോടുള്ള ചോദ്യത്തോട് ഒഴിഞ്ഞുമാറി മന്ത്രി കെ രാജൻ. കേസ് കോടതി പരിഗണിക്കുകയാണ്. CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് പറയേണ്ടത് താനല്ലെന്നും മന്ത്രി കെ രാജൻ. എറണാകുളം നഗരത്തിൽ പട്ടാപ്പകൽ പിടിച്ചുപറി. കത്രിക്കടവിൽ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് 15,000 രൂപയുമായി യുവാവ് കടന്നുകളഞ്ഞു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. സമാന ആവശ്യത്തിലുള്ള മറ്റൊരു ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് ഹൈക്കോടതി അറിയിച്ചതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കാരിനെ കൂടി ഇടപെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും. ആനകളെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ടെന്നും MK സുദർശൻ. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. മുംബൈയിലെ ഖാർഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. വഖഫ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകി ഹൈക്കോടതി. ഡിസംബർ 14 കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നടപടി. വഖഫ് ബോർഡിന് മുന്നിലുള്ള കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി. പമ്പ നിലയ്ക്കൽ സർവീസിനുള്ള ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തതായി KSRTC ഹൈക്കോടതിയിൽ. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് KSRTCയുടെ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഗൈനക്കോളജി ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ ആരോപണം. ചികിത്സാ പിഴവിനെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി പേരാമ്പ്ര സ്വദേശിനി. എറണാകുളം റൂറൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തിയത് 855 ഗതാഗത നിയമലംഘനങ്ങൾ. റേഞ്ച് DIG തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൊല്ലത്ത് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു. കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെയാണ് അപകടം. ആർക്കും പരിക്കില്ല. സർവകലാശാലകൾ ഗവർണർ കയറി ഭരിക്കുന്നതിനെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സർവകലാശാല ഭരണത്തിൽ സംസ്ഥാന സർക്കാരിനോട് എതിർപ്പുണ്ട്. എന്നാൽ ഗവർണറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ചു മറിഞ്ഞു. കാർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ട ആക്രമണം. ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റു. പരിക്കേറ്റ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കേസിൽ 2 പേർ പിടിയിൽ. ഡീസലിന് അധിക നിരക്ക് ഈടാക്കുന്നതിനെതിരെ KSRTC നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ബൾക്ക് പർച്ചേസിന് എണ്ണ കമ്പനികൾ അധിക നിരക്ക് ഈടാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. തിരുവനന്തപുരം ബോണക്കാട് വിതുര റോഡിൽ കാട്ടുപോത്തുകൂട്ടവും കാട്ടാനക്കൂട്ടവും. ബോണക്കാട് ചെക്ക് പോസ്റ്റിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. തോട്ടം തൊഴിലാളികൾ സ്ഥിരമായി പോകുന്ന വഴിയിൽ മൃഗങ്ങൾ ഇറങ്ങുന്നതിൽ ആശങ്കയിൽ നാട്ടുകാർ. മലപ്പുറത്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസിൽ പ്രതികൾക്കെതിരെ ബഡ്സ് ആക്ട് ചുമത്തി. കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി ഉടമകൾക്കെതിരെയാണ് പുതിയ വകുപ്പുകൾ ചുമത്തിയത്. പ്രതികളായ P മുബഷീറും സന്തോഷും ഒളിവിൽ. പണമില്ലാത്ത കാരണത്താൽ പഠനയാത്രയിൽ നിന്ന് ഒരു കുട്ടിയെയും മാറ്റി നിർത്താൻ പാടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. പഠനയാത്ര എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം. ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകണമെന്നും ഒരു വിദ്യാർത്ഥിയെ പോലും മാറ്റി നിർത്തരുതെന്നും മന്ത്രി. തിരികെ 100 ന്യൂസിലേക്ക്. ശബരിമല 18-ാം പടിയിലെ പോലീസ് ഫോട്ടോഷൂട്ട് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സംഭവത്തിൽ ADG PS ശ്രീജിത്ത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടിയെന്ന് KSEB അധികൃതർ. തുക അടച്ചതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ വൈദ്യുതിക്കിടയിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം. വിരിപ്പാക്ക സ്വദേശി ഷെരീഫാണ് മരിച്ചത്. കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച വൈദ്യുതിക്കിടയിൽ കുടുങ്ങിയാണ് മരണം.
കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിന് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ടൂർ ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്ത് പോലീസ്. എറണാകുളം സെൻട്രൽ പോലീസാണ് രണ്ടുപേർക്കെതിരെ കേസെടുത്തത്. എഫ്ഐആറിന്റെ പകർപ്പ് 24. കൊച്ചി വിമാനത്താവളത്തിലൂടെ ആദ്യ വളർത്തുമൃഗം എത്തി. ഖത്തറിൽ നിന്ന് രാമചന്ദ്രന്റെ ഇവ എന്ന പൂച്ചയാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവ എത്തിയത്. ഇടുക്കിയിൽ സ്കൂൾ ബസിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. നെറ്റിമേടിനും കുറ്റിയാർ വാലിക്കും ഇടയിലാണ് സംഭവം. ഇന്നലെ വൈകിട്ടാണ് ബസിന് മുന്നിൽ കാട്ടാനയെത്തിയത്. കോഴിക്കോട് കൊടുവള്ളി മാനിപുരത്ത് കരിമ്പിൻ ജ്യൂസ് മെഷീനിൽ വിദ്യാർത്ഥിയുടെ കൈ കുടുങ്ങി. കച്ചവടക്കാരനെ സഹായിക്കാനെത്തിയ 14-കാരനാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ പുഴു. പ്രഭാത ഭക്ഷണത്തിന് വിളമ്പിയ സാമ്പാറിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്നേഹക്കൂട് ഹൗസ് ചലഞ്ചിലൂടെ പൂർത്തിയാക്കിയ ആദ്യ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ചിറ്റൂർ സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് വീട് സമ്മാനിച്ചത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലേക്കും ശിശുപരിചരണ കേന്ദ്രങ്ങളിലേക്കും നഴ്സുമാരെ നിയമിക്കുന്നു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം നാളെ രാവിലെ 10 മണിക്കാണ് അഭിമുഖം. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള NSS ട്രെയിനിംഗ് കോളേജിൽ MEd കോഴ്സിലേക്ക് സീറ്റ് ഒഴിവ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 29, 30 തീയതികളിൽ കോളേജിലെത്തണം. ആലപ്പുഴ ചേർത്തല മായിത്തറയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ കൗൺസിലറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷ ഡിസംബർ 10 വൈകിട്ട് 5 മണിക്കകം അയക്കണം. വിശദവിവരങ്ങൾ www.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ്. ആലപ്പുഴ 1000 തെങ്ങിലെ ഗവൺമെന്റ് ഫിഷ് ഫാമിലേക്ക് ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോലികൾക്ക് തൊഴിലാളികളെ നിയമിക്കുന്നു. അഭിമുഖം ഡിസംബർ 4 കൊല്ലം നീണ്ടകരയിലെ അഡാക്കിന്റെ ഓഫീസിൽ. ഇനി ദേശീയ വാർത്തകൾ. മണിപ്പൂർ ജിരിബാമിൽ കൊല്ലപ്പെട്ട 3 പേരുടെ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. 10 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ളവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ഇന്നും ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റ് മറ്റന്നാളോടെ തമിഴ്നാട് തീരം തൊടും. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. തലസ്ഥാനമായ റാഞ്ചിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ സന്തോഷ് ഗാംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായുള്ള നിർണായക യോഗങ്ങൾ. BJP ദേശീയ നേതൃത്വത്തിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. ഷിൻഡെയെ മാറ്റിയാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും BJP. മനുഷ്യക്കടത്ത് കേസിൽ NIA രാജ്യവ്യാപക റെയ്ഡ്. 6 സംസ്ഥാനങ്ങളിലായി 22 കേന്ദ്രങ്ങളിലാണ് NIA ഒരേ സമയം റെയ്ഡ് നടത്തുന്നത്. ഡൽഹിയിൽ ജപ്പാൻ ജ്വരം റിപ്പോർട്ട് ചെയ്തു. ഉത്തംനഗറിലെ 72-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനമുണ്ടായിട്ടില്ലെന്ന് അധികൃതർ. മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചതായും അറിയിച്ചു. മുംബൈ വസായ് വിരാറിൽ അനധികൃതമായി നിർമ്മിച്ച 41 ബഹുനില കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു നടപടി. ആണവായുധശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ഇന്ത്യ. പുതുതായി കമ്മീഷൻ ചെയ്ത ആണവ അന്തർവാഹിനി INS അരിഹന്തിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന K4 മിസൈൽ 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. ഡൽഹിയിലെ ബിജ്വാസനിൽ ED ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. ഓൺലൈൻ തട്ടിപ്പ് കേസ് അന്വേഷണത്തിനിടെ അശോക് ശർമ്മ എന്നയാളാണ് ആക്രമണം നടത്തിയത്. പോലീസ് എത്തിയപ്പോഴേക്കും അക്രമി രക്ഷപ്പെട്ടു. വഖഫ് ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടി. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ അവതരിപ്പിച്ച പ്രമേയം പാസാക്കി. ഇനി രാജ്യാന്തര വാർത്തകൾ. വിദേശികളായ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് ബ്രിട്ടൻ. അടിസ്ഥാന വേതനം നൽകാതിരിക്കൽ, അനധികൃത വിസ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്യുന്ന കമ്പനികൾക്ക് മേൽ 2 വർഷത്തേക്ക് നിയമന നിരോധനം ഏർപ്പെടുത്തും. സാമൂഹ്യ സേവന മേഖലയിലെ തൊഴിലാളികൾ കടുത്ത വിവേചനം നേരിടുന്നതായി വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് നടപടി.
ദക്ഷിണ കൊറിയയിൽ കനത്ത ഹിമപാതം, മഞ്ഞുവീഴ്ചയിൽ 4 പേർ മരിച്ചു. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. വാഹന ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡിൽ ഭൂചലനം. നോർത്ത് ദ്വീപിലാണ് റിക്ടർ സ്കെയിലിൽ 5.7 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. നാശനഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ. ഗർഭഛിദ്രം നിരോധിക്കാനുള്ള നിയമം അവതരിപ്പിക്കാനൊരുങ്ങി ബ്രസീലിയൻ പാർലമെന്റ്. യാഥാസ്ഥിതികർക്ക് ഭൂരിപക്ഷമുള്ള ഭരണഘടനാ കമ്മിറ്റിയിൽ പ്രമേയം പാസായി. ബിൽ പാർലമെന്റിൽ അടുത്ത വർഷം ആദ്യം അവതരിപ്പിക്കും. യുക്രൈനിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ വ്യോമാക്രമണം. ലുട്സ്ക് നഗരത്തിൽ 3 ലക്ഷം പേർ ഇരുട്ടിൽ. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിന്ന് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെക് ഭീമൻ മൈക്രോസോഫ്റ്റിനെതിരെ അന്വേഷണം ആരംഭിച്ച US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ. കമ്പനിയുടെ സമീപകാല ഇടപാടുകളിൽ വിശദമായ അന്വേഷണമാണ് FTC ഉത്തരവിട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ കമ്പനികൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തടവുപുള്ളികളെ പരസ്പരം കൈമാറ്റം നടത്തി അമേരിക്കയും ചൈനയും. വർഷങ്ങളായി ചൈനീസ് തടങ്കലിലായിരുന്ന 3 പൗരന്മാരെ ഉടൻ തിരിച്ചെത്തിക്കും. പകരം കൈമാറ്റം ചെയ്യുന്ന ചൈനീസ് പൗരന്മാരുടെ വിവരം അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാമുമായി ചർച്ച നടത്തി ഡൊണാൾഡ് ട്രംപ്. അതിർത്തിയിലെ പ്രശ്നങ്ങളും അനധികൃത കുടിയേറ്റവും ചർച്ച ചെയ്തെന്ന് ട്രംപ്. ചർച്ച ഫലപ്രദമായിരുന്നെന്ന് മെക്സിക്കൻ പ്രസിഡന്റ്. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി ബിസിനസ് വാർത്തകൾ. അതിവേഗ ട്രെയിൻ അവതരിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗമുള്ള ട്രെയിൻ ഒരുങ്ങുന്നത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ. പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡുമായി സംയോജിച്ചാണ് ട്രെയിൻ നിർമ്മിക്കുന്നത്. നവംബർ 30-ന് ശേഷം വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കായുള്ള വൺ ടൈം പാസ്വേഡ് സംവിധാനം തടസ്സപ്പെടാൻ സാധ്യത. ട്രായ് നിർദ്ദേശപ്രകാരം തട്ടിപ്പ് തടയാനുള്ള സംവിധാനങ്ങൾ മൊബൈൽ സേവനദാതാക്കൾ നടപ്പാക്കാൻ വൈകുന്നതാണ് കാരണം. തിരിച്ചടികളിൽ നിന്ന് കരകയറിയ അദാനി ഓഹരികൾ. അദാനി ഗ്രീൻ, അദാനി എനർജി, അദാനി ടോട്ടൽ, അദാനി പവർ എന്നീ ഓഹരികൾ നേട്ടത്തിൽ. 8% ഉയർച്ചയാണ് ഇന്ന് ഓഹരി വിലയിൽ ഉണ്ടായത്. പുതിയ സബ്സ്ക്രിപ്ഷൻ സൗകര്യം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഓൺലൈൻ ടാക്സി കമ്പനിയായ ഊബർ. സ്ഥിരം യാത്രികർക്ക് ഉപകാരപ്രദമായ ഡിസ്കൗണ്ടുകൾ അടക്കമുള്ള ഊബർ വൺ പാക്കേജാണ് അവതരിപ്പിച്ചത്. മാസം 149 രൂപ മുതലാണ് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത്. കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ന്യൂസിലാൻഡ് ഭേദപ്പെട്ട സ്കോറിലേക്ക്. ആദ്യ ദിനത്തെ കളി നിർത്തുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 319 റൺസ് എന്ന നിലയിലാണ് കിവീസ്. കെയ്ൻ വില്യംസൺ 93 റൺസ് എടുത്ത് പുറത്തായി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വിരുന്നൊരുക്കി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. പ്രൈം മിനിസ്റ്റേഴ്സ് 11-മായുള്ള സൗഹൃദ മത്സരത്തിന് മുന്നോടിയായിട്ടായിരുന്നു വിരുന്ന്. സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ക്വാർട്ടറിലേക്ക് മുന്നേറി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. ഇസ്രായേൽ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം റൗണ്ട് പോരാട്ടം നാളെ നടക്കും. ഇന്ത്യയുടെ ഡി ഗുകേഷും ചൈനയുടെ ഡിങ് ലിറനും 1.5 പോയിന്റോടെ ഒപ്പത്തിനൊപ്പമാണിപ്പോൾ. കലാസാംസ്കാരിക സിനിമാ വാർത്തകളിലേക്ക്. കവിൻ നായകനായ ബ്ലഡി ബഗർ ആമസോൺ പ്രൈം വീഡിയോയിൽ മികച്ച പ്രതികരണമാണ് ചിത്രത്തിൽ ലഭിക്കുന്നത്. ജയേഷ് സുകുമാറാണ് സംവിധാനം. തേജ സജ്ജ നായകനായ ചിത്രം മിറയ്ക്കായി കാത്ത ആരാധകർ. ഹനുമാൻ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് തേജ സജ്ജ. മിറയുടെ ഓഡിയോ റൈറ്റ്സ് വിറ്റുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടിപ്സ് മ്യൂസിക്കിനാണ് ഓഡിയോ റൈറ്റ്സ്. ലോകേഷ് കനകരാജും വിജയും ആദ്യമായി ഒന്നിച്ച ഹിറ്റ് ചിത്രം മാസ്റ്റർ ഡിസംബർ 1-ന് വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു. വിജയ് സിനിമയിൽ എത്തി 32 വർഷം തികയുമ്പോഴാണ് ചിത്രത്തിന്റെ റീ റിലീസ്. 90 വർഷം പഴക്കമുള്ള പോർച്ചുഗീസ് ബംഗ്ലാവിൽ കിടിലം മേക്ക് ഓവർ നടത്തി ബോളിവുഡ് താരം മലൈക്ക അറോറ ഖാൻ. ബംഗ്ലാവിനെ അടിമുടി മാറ്റി റെസ്റ്റോറന്റായി മാറ്റിയിരിക്കുകയാണ് മലൈക്ക. ഡിസംബർ 3-ന് റെസ്റ്റോറന്റ് ആരാധകർക്കായി തുറന്നു നൽകും. തിയേറ്ററിൽ നിന്ന് ടർക്കിഷ് തർക്കം എന്ന സിനിമ പിൻവലിച്ചതിൽ നിർമ്മാതാവിനോട് വിശദീകരണം തേടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വിവാദം അനാവശ്യമെങ്കിൽ ചിത്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇനി ഫാക്ട് ചെക്ക്. ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമായ ഇമ്മീഡിയറ്റ് കണക്റ്റിനെ RBI ഗവർണർ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. പെട്ടെന്ന് പണമുണ്ടാക്കാൻ RBI ഗവർണർ ക്രിപ്റ്റോ നിക്ഷേപം ശുപാർശ ചെയ്യുന്നു എന്ന തരത്തിലാണ് പ്രചാരണം. എന്നാൽ പ്രചരിക്കുന്ന അഭിമുഖത്തിന്റെ ചിത്രം വ്യാജമാണ്. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വനിതാ ശിശു ആശുപത്രിയിലേക്ക് മാർച്ച്.
ഫിൻജാൽ ചുഴലിക്കാറ്റിനെ ഭയപ്പെടേണ്ടെന്ന് ചെന്നൈ റീജിയണൽ മെട്രോളജിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലചന്ദ്രൻ. നാളെയോടെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും. അടുത്ത 2 ദിവസം ശക്തമായ മഴയുണ്ടാകും. കൊച്ചിയിലെ സിനിമ നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് റെയ്ഡ്. 7 സ്ഥാപനങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. നടൻ സൗബിൻ സാഹിറിന്റെ പർവ ഫിലിംസ് കമ്പനിയിലും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തുന്നു. കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പി പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായി സംശയം. കൊയിലാണ്ടി പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുന്നു. കോഴിക്കോട് കൊടുവള്ളിയിലെ സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘം കവർച്ച അന്വേഷിക്കും. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഡൽഹി വായു മലിനീകരണത്തിൽ GRAP 4 ഡിസംബർ 2 വരെ തുടരാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും കോടതി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിവാദ എക്സ് പോസ്റ്റുമായി BJP IT സെൽ തലവൻ അമിത് മാളവ്യ. വയനാട്ടിൽ നിന്ന് പുതിയ മുസ്ലിം ലീഗ് MP സത്യപ്രതിജ്ഞ ചെയ്തതാണ് പോസ്റ്റ്. കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷണം നൽകിയ സ്ഥാപനത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.